ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ചില സുപ്രധാന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹം ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. 4 പഞ്ചലോഹ വിഗ്രഹം ചെന്നൈയിലുള്ള ഡി മണി എന്നയാൾക്കാണ് വിറ്റത്. അയാൾ അത് വിദേശത്തേക്ക് കടത്തി എന്നാണ് വരുന്ന വാർത്തകൾ. ഡി മണി 4 വിഗ്രഹത്തിന്റെ പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. എത്ര കോടി രൂപ കൊടുത്തു എന്നറിയില്ല. പഞ്ചലോഹ വിഗ്രഹമാണ്, അതിന് വലിയ വാല്യൂ ഉള്ളതാണ്, ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അങ്ങനെ ഒരു വിഗ്രഹം ഇന്ത്യയിൽ നിന്ന് തീർച്ചയായിട്ടും കടത്താൻ അല്പ ബുദ്ധിമുട്ടാണ്, എങ്കിലും അത് കടത്തിയിരിക്കുന്നു. 4 പഞ്ചലോഹം വിഗ്രഹം വിറ്റതിൻ്റെ പണം ഡി മണി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു ഇവിടെ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ആ കൊടുക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിലെ ഉന്നതനായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ സാന്നിധ്യത്തിലാണ് കൊടുത്തതെന്ന് പറയുന്നു. അയാൾക്കും അതിൻ്റെ ഷെയർ കിട്ടി. ആ ഷെയർ കൈപ്പറ്റിയത് ആരൊക്കെയാണ് എന്ന് ആ കൊടുത്തയാൾ പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദിക്കാനായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേ സമയത്ത് വിക്രമ സാരാഭായി തുമ്പ ഡിവിഷനിലെ ഈ സ്വർണത്തിൻ്റെ യഥാർത്ഥ പാളിക്ക് എന്ത് സംഭവിച്ച കണ്ടുപിടിക്കാൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന പാളികൾ അതിൻ്റെ മെറ്റലർജിക്കൽ ഡിവിഷനിൽ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി അറിയാൻ മല്ലിക സാരാഭായി സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ മെറ്റലർജിക്കൽ ഡിവിഷനിലേക്ക് SIT റിപ്പോർട്ട് തേടിയെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സാധനം അത് തിരിച്ചു വന്നില്ല, പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് എന്ന് വളരെ നാളുകൾ കൂടി നമ്മളെപ്പോലെയുള്ളവർ പറയുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിക്ക് ഒരു ചെറിയ ഒരു നിർദ്ദേശം SIT കൊടുത്തത് നമ്മൾ അറിഞ്ഞു. അത്ര ഉത്സാഹത്തോടെ അല്ല ഇപ്പോൾ SIT ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് എവിടുന്ന് ഒരു പിടി അവരുടെ പിന്നിൽ വന്നു എന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. അങ്ങനെ പോയാൽ യഥാർത്ഥ ഇൻവെസ്റ്റിഗേഷൻ ആകില്ല, യഥാർത്ഥ കള്ളന്മാരാരും രംഗത്ത് വരില്ല. ഇപ്പം പിടിച്ചിരിക്കുന്നതും അറസ്റ്റ് ചെയ്തിരിക്കുന്നതും 10, 12, 13 പേര് വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ മീനുകളാണ്. വലിയ മീൻ ഇപ്പോഴും നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥനായ വെങ്കടേശനും SITയിലെ സൂപ്രണ്ട് ഓഫ് പോലീസായ ശശിധരൻ്റെ മേലുണ്ട് എന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ ഗോവർദ്ധനെയും ചെന്നൈയിലുള്ള ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഗോവർദ്ധൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്ത് കഴിഞ്ഞു. താൻ കൊടുത്തിരിക്കുന്നത് തന്നോട് ആവശ്യപ്പെട്ട സ്വർണമാണ് കൊടുത്തിരിക്കുന്നത്, യഥാർത്ഥ സ്വർണം അതല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഹൈക്കോടതി വാദഗതികൾ. എന്തായാലും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നീക്കം എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ പോകാനാണ്. അദ്ദേഹം വലിയ വ്യവസായിയാണ്, സ്വർണ്ണക്കച്ചവടം ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച് ശബരിമല ഭക്തനായ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു. എനിക്ക് ഈ തട്ടിപ്പിനകത്തൊന്നും പങ്കില്ല, അതിനെപ്പറ്റി വിവരങ്ങളും അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പരിചയം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിന് കോടതിയുടെ തീരുമാനം വെയിറ്റ് ചെയ്യുകയാണ് SIT. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള കാരണം മോഷണത്തിന് പങ്കില്ല, മോഷണ സാധനങ്ങൾ വാങ്ങിച്ചതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യത്തിൽ പോകുന്നതിന് തടസ്സമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബെയിലബിൾ ആണ് അത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് അദ്ദേഹം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് ഇതിൻ്റെ അത് പങ്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു കോടതിയിൽ. വ്യവസായിയാണ്, സ്വർണം കൊടുക്കുന്നതിൽ മടിയില്ല. പോലീസ് പറഞ്ഞ അത്രയും പറഞ്ഞ സ്വർണം കൊടുത്തിരിക്കുന്നു. ആ സ്വർണം യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണമല്ല. സാധാരണ തൊണ്ടി ആർട്ടിക്കിളൊക്കെ പോലീസും ഞങ്ങളും ഒക്കെ കസ്റ്റഡി എടുക്കുമ്പം ആ സാധനം ഉരുക്കിപ്പോയതും പകരം സ്വർണമാണ് കിട്ടുന്നത്. ആ ഉരുക്കിയ എത്ര സ്വർണം ഉണ്ടോ അത്രയും സ്വർണം അവർ തരും. അങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഗോവർദ്ധൻ ജാമ്യത്തിന് മൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന്
ഈ സ്വർണ്ണ തട്ടിപ്പിലൊന്നും എനിക്ക് പങ്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്, അയാൾ ഇന്ന് സ്വർണം വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്. ആ സ്വർണം അല്ലെങ്കിലും അതിന് പകരം സ്വർണം കൊടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വാദഗതിയിൽ മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോഴത്തെ ശബരിമലയിലെ യഥാർത്ഥ തൊണ്ടി സാധനങ്ങളെപ്പറ്റി, അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം SITക്ക് വന്നിട്ടില്ല അന്വേഷണത്തിൽ എന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് വളരെ ഡീപ്പായിട്ട് ഇനി SIT പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം അവിടെ എന്തൊക്കെ സ്വർണം വന്നിട്ടുണ്ട്, ആരൊക്കെ സ്വർണം പൂശാൻ സ്വർണം കൊടുത്തിട്ടുണ്ട്, ഇതിനെപ്പറ്റിയൊന്നും വ്യക്തതയില്ല SITക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് ഹൈക്കോടതി രംഗത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഈ നിലവാരത്തിലെങ്കിലും പോയത്. എങ്കിലും 2019 ദ്വാരപാലക ശില്പം പൂശിയ സമയം അന്ന് 60 പവൻ കാണാതായിട്ടുണ്ട്. അതേപ്പറ്റി പോലീസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നുണ്ട്. എങ്കിലും ഈ സ്വർണം പൂശുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റുള്ളവരൊക്കെ ഇടപെട്ടിട്ട് ധാരാളം പേരുടെ ഇന്ന് ശബരിമലയിലെ സ്വർണം ആവശ്യപ്പെട്ട് പലരും സ്വർണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഭക്തജനങ്ങൾ കരുതുന്നത് അത് ശബരിമലയിൽ തന്നെ പൂശിച്ചുണ്ടാവും എന്നൊക്കെ തന്നെയാണ്. എന്തായാലും അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്തെ വില്ലൻ. അയാള് 1.5 കോടി രൂപ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ബാംഗ്ലൂരെ ആ വ്യവസായി പറഞ്ഞു കഴിഞ്ഞു. ഈ തിരുവനന്തപുരത്ത് ഈ ഡി മണി കൊണ്ടുപോയി പണം കൊടുത്തപ്പം അത് കൈപ്പറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോലീസിന് അത് കൃത്യമായിട്ട് അറിയാം എന്ന് കരുതുന്നുണ്ട്. ആ രീതിയിലോട്ട് അന്വേഷണം പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ദുരൂഹത ഏറി വരികയാണ്. ശബരിമലയിൽ നിന്ന് വളരെയധികം സ്വർണങ്ങൾ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. സ്വർണം മാത്രമല്ല, അവിടുത്തെ പഞ്ചലോക വിഗ്രഹം പോലെയുള്ള വിശിഷ്ടമായ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വളരെയധികം സാധനങ്ങൾ അവിടെയുണ്ട്. അതിനൊക്കെ കണക്കുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഒക്കില്ല. കാലാകാലങ്ങളിൽ അതൊക്കെ വിറ്റ് പണമാക്കി പോയവരാണ് അവിടുത്തെ ജീവനക്കാരെല്ലാവരും. അതുകൊണ്ട് ശബരിമല ഒരു കേറാമലയാണ്. കാരണം അവിടുത്തെ സ്വത്തുക്കൾ അടിച്ചെടുത്തുകൊണ്ട് പോയതിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങളോളം ശ്രമിച്ചാൽ മാത്രമേ അതിൻ്റെ ഏകദേശം ഒരു രൂപം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും SITയുടെ അന്വേഷണത്തിന് സർക്കാർ കടിഞ്ഞാണിടുന്നു എന്നുള്ള വാർത്തകളും വെളി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ആ 2 പേരെ അറസ്റ്റ് ചെയ്തു. അടുത്ത അറസ്റ്റിലേക്ക് അവർ നീങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പം പത്മകുമാറിന്റെ കൂടെ ആ തീരുമാനം എടുത്ത 2 പേരുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പർമാരെ. അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും അവരെ സമൻ ചെയ്തിട്ടുണ്ട്. അവരെ ഇപ്പം ചോദ്യം ചെയ്യും. അതിനുശേഷം അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് കരുതുന്നു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡിന്റെ മുകളിലുള്ള ഉന്നതര് ആരൊക്കെ ഇതിനകത്ത് പണം കൈപ്പറ്റുണ്ടോ അവരിലേക്കുള്ള അറസ്റ്റ് നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.